എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് വിയലാർ. മുറ്റത്തിറങ്ങാൻ വയ്യാത്ത വിധം ചൂട് കൂടുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും ചൂടുണ്ടായിരുന്നു? പാലക്കാടൻ കാറ്റിൽ പണ്ട് ഒരു കുളിർമയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയാൽ ശരീരം പൊള്ളുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ വെന്തുരുകുന്നത്? ഇതിന് പിന്നിലെ കാരണങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ഇന്ന് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യത്തെ കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും കുന്നുകളും മലകളും ഇടിച്ചു നിരത്തുന്നതുമാണ് പ്രധാന വില്ലൻ. മരങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായ തണലും ബാഷ്പീകരണവും കുറയുന്നു. ഇത് അന്തരീക്ഷം വേഗത്തിൽ ചൂടാകാൻ കാരണമാകുന്നു. വനനശീകരണം വഴി മഴമേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും കുറയുന്നു. പണ്ട് കുളങ്ങളും തോടുകളും നമ്മുടെ നാടിന് തണുപ്പേകിയിരുന്നു. ഇന്ന് അവ വറ്റിവരളുന്നത് പ്രാദേശികമായ ആ തണുപ്പിനെ ഇല്ലാതാക്കുന്നു. വയലുകളും കായലുകളും നികത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായ കൂളിംഗ് സിസ്റ്റമാണ് തകരുന്നത്. ഇനി ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ നോക്കാം. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ വർദ്ധിക്കുന്നത് സൂര്യപ്രകാശത്തെ ഭൂമിയിൽ തന്നെ തടഞ്ഞു നിർത്തുന്ന ഗ്രീൻ ഹൗസ് പ്രഭാവം ഉണ്ടാക്കുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള പുക ഇതിന് ആക്കം കൂട്ടുന്നു. നമ്മൾ സുഖത്തിനായി ഉപയോഗിക്കുന്ന AC-യിൽ നിന്നും ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന ചൂട് നഗരപ്രദേശങ്ങളിൽ ഹീറ്റ് ഐലൻഡ് പ്രതിഭാസമുണ്ടാക്കുന്നു. കൂടാതെ ഇവയിൽ നിന്നുള്ള വാതകങ്ങൾ ഓസോൺ പാളിയിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. ഇത് സൂര്യന്റെ മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലെത്താൻ കാരണമാകുന്നു. സമുദ്രജലം ചൂടാകുന്നത് ആഗോള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാറ്റിന്റെ ദിശയിലുള്ള മാറ്റം കാരണം കടൽക്കാറ്റും കരക്കാറ്റും ശരിയായ രീതിയിൽ വീശുന്നില്ല. അതുകൊണ്ട് തീരദേശങ്ങളിൽ പോലും ചൂട് തങ്ങി നിൽക്കുന്നു. നിലവിൽ അനുഭവപ്പെടുന്ന ആന്റി സൈക്ലോൺ എന്ന പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദം കാരണം കാറ്റിനെ താഴേക്ക് അമർത്തുകയും മേഘങ്ങളില്ലാത്ത അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് കടുത്ത ഉഷ്ണതരംഗത്തിന് കാരണമാകുന്നത്. കൂടാതെ വായുവിലെ പൊടിപടലങ്ങളും പ്ലാസ്റ്റിക് കത്തിക്കുന്ന പുകയും ചൂടിനെ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. 1. വനവൽക്കരണം. കഴിയുന്നത്ര മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഇത് കാർബൺ കുറയ്ക്കാനും മഴ ലഭിക്കാനും സഹായിക്കും. 2. ജലസംരക്ഷണം. മഴക്കുഴികൾ നിർമ്മിക്കുക. കിണറുകളും കുളങ്ങളും സംരക്ഷിക്കുക വഴി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താം. 3. മാലിന്യ സംസ്കരണം. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ജൈവ മാലിന്യങ്ങൾ വളമാക്കുക. 4. വീടിനുള്ളിലെ മാറ്റങ്ങൾ. വീടിന് ചുറ്റും തണൽ മരങ്ങൾ വളർത്തുക. ടെറസിൽ കൃഷി ചെയ്യുക. വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യുക. 5. പൊതുഗതാഗതം. വാഹനങ്ങളുടെ ഉപയോഗം കുറച്ച് പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഇന്നൊരു ഔദാര്യമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഓരോ മരവും ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാണ്. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ സന്തോഷ് വിയലാർ. നന്ദി, നമസ്കാരം.